ഇന്ത്യയിൽ കാലാകാലമായി ബ്രാഹ്മണർ അറിവ് കൈവശം വയ്ക്കുന്നു. അങ്ങനെയാണ് അവരുടെ മേധാവിത്വം നിലനിർത്തിയിരുന്നത്. അതോടുകൂടിയാണ് അറിവിന്റെയും അധികാരത്തിന്റെയും ഈ ന്യായീകരണം അറിവിനെ ബേസ് ചെയ്താവുന്നതോടുകൂടി കുറെ അറിവില്ലാത്ത ആളുകളെ അവർ സൃഷ്ടിച്ചു. പെട്ടെന്ന് ഇന്ത്യയിലുള്ളവരും എല്ലാം അറിവില്ലാത്തവരായി മാറി. അപ്പൊ അവര് നോളജ് മാത്രമല്ല സൃഷ്ടിച്ച് ഇഗ്നറൻസും സൃഷ്ടിച്ചു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇന്ത്യയിലെ അറിവ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും എഴുതപ്പെട്ട ടെക്സ്റ്റ് പുസ്തകങ്ങളുടെയും ഇതിന്റെയും രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ട സാധനങ്ങളുടെയും കളക്ഷനായിട്ട് മാറും ഇന്ത്യയുടെ അറിവ്. കൊളോണിയൽ ആധുനികത ഒരേമാതിരിയല്ല വിവിധ ജാതി സമൂഹങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത്. വിവിധ തരത്തിലാണ് ഈ ജാതി സമൂഹങ്ങൾ കൊളോണിയൽ ആധുനികതയോട് ഇടപെടുകയും ചെയ്തിട്ടുള്ളത്. അതോടുകൂടി ബുദ്ധിപരമായ പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടത് അവരാണ്, കായികമായ പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടത് മറ്റ് ജാതികളിൽ നിന്നുള്ളവരാണ് എന്നുള്ളത്. അങ്ങനെ അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ സുനന്ദൻ KN. അദ്ദേഹം അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. മലബാറിലെ കാസ്റ്റ് പവർ നോളജ് 20th സെഞ്ച്വറി മലബാർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്. ഈ പുസ്തകം അദ്ദേഹം രചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ PhD തീസിസ് എന്നുള്ള രീതിയിലാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ ആശാരിമാരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ തൊഴിൽ, അവരുടെ അറിവ്, അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അതിലേക്കാണ് കൂടുതലായിട്ട് അദ്ദേഹം കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു പഠനം, അതായത് ഈ ജാതി, അതുപോലെ അറിവ്, അധികാരം, ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം, എങ്ങനെയാണ് അത്തരം ഒരു പഠനത്തിലേക്ക് സ്വന്തം പോകുന്നത്? ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് ഇത് പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ ടെക്നോളജിയെക്കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് അന്ന് മുതലേ എനിക്കുണ്ടായിരുന്നു അതിനെപ്പറ്റി, ടെക്നോളജിയെക്കുറിച്ചുള്ള. പക്ഷേ എൻജിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും അങ്ങനത്തെ അതിൽ ഞാനൊട്ടും ഒരു കഴിവുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. എഞ്ചിനീയറിംഗ് പാസ്സാവുകയും എഞ്ചിനീയറായി കുറച്ചു കാലം ജോലി ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊരിക്കലും ഒരു ഇൻട്രസ്റ്റിംഗ് മേഖലയായിരുന്നില്ല എനിക്ക്. ആ ജോലി എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് മേഖലയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ സോഷ്യൽ സയൻസിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം ആയിരുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസ് പഠിക്കുക എന്നുള്ളത് തന്നെ ആ കാലത്ത് ഞാൻ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിലും ഒക്കെ ഇടപെടുന്നതിൻ്റെ ഭാഗമായും ഒക്കെ ഉണ്ടായി വരുന്ന ഒരു താല്പര്യം കൂടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിനെക്കുറിച്ച് വിലയിരുത്തുന്ന പലതരം പഠനങ്ങളിലേക്കുള്ള വായനയിലേക്ക് പോവുകയും അങ്ങനെ ഞാൻ MA സോഷ്യോളജിയിൽ MA ചെയ്യുകയും പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സയൻസ് പോളിസിയിൽ MPhil ചെയ്തു. ആ സമയത്താണ് ഞാൻ കൂടുതൽ സയൻസിൻ്റെ ഒരു സാമൂഹ്യ മേഖലയുടെ ഇടപെടൽ എങ്ങനെയാണ്, സയൻസ് സമൂഹത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ആ സമയത്താണ്. പക്ഷെ അന്ന് ജാതിയെക്കുറിച്ചുള്ള ഡിസ്കഷൻ എന്നെപ്പോലെയുള്ളൊരു അപ്പർ കാസ്റ്റ് ആളെ സംബന്ധിച്ചോളം അത്ര വലിയ പ്രധാനമുള്ള ഒന്നായിരുന്നില്ല ഞാൻ MA പഠിക്കുമ്പോഴോ. അതൊക്കെ അങ്ങനത്തെ സമരങ്ങളും ഇതൊക്കെ ചുറ്റും നടക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അത്തരത്തിൽ അന്ന് കൂടുതലൊരു എന്താ പറയുക മാർക്സിസ്റ്റ് രീതിയിലുള്ള ചിന്താധാരയിലുള്ള തരം അനാലിസിസുകളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റിക്കകത്തും അങ്ങനത്തെ ചർച്ചകളും അധികവും ചർച്ചകൾ തത്വചിന്താപരമായ ചർച്ചകളായാലും ശരി, പൊളിറ്റിക്കലായ ചർച്ചകളായാലും ശരി, മിക്കവാറും ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് അത് വളരെ ഇൻറ്റൻസായ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് എപ്പോഴും ഇതിനകത്ത് നിന്നിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നീട് ഞാൻ PhDക്ക് അപേക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്താണ് JNUവിൽ ദളിത് വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ രൂപവൽക്കരിക്കുന്നതും അങ്ങനത്തെ പൊളിറ്റിക്സ് ഉയർന്നു വരികയും അതുമായിട്ട് പരിചയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ടെക്നോളജി എന്നുള്ളത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജിയും കാസ്റ്റും തമ്മിൽ ഒരു ബന്ധം ഉണ്ട് എന്നുള്ള അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തോന്നുകയും അതിൻ്റെ ഭാഗമായി അതിനെക്കുറിച്ച് പഠിക്കാം എന്നുള്ള രീതിയിലാണ് അതിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ തുടങ്ങുമ്പോഴൊന്നും ഇതിൻ്റെ ഏത് തരത്തിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേക ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അവിടുത്തെ കോഴ്സ് വർക്കുകളുടെ ഭാഗമായും കൂടുതൽ വായിക്കുകയും ജാതിയുടെയും അറിവിൻ്റെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ഒരു ഇപ്പോൾ
നമുക്ക് ഒരു പ്രധാനമായിട്ട് സുനന്ദൻ സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു കാര്യം, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ അറിവിൻ്റെ കുത്തക, ഈ സംസ്കൃതം അറിയുന്നവർ അല്ലെങ്കിൽ അറിവ് അതാണ് എന്ന് കരുതുന്ന ഒരു കാര്യം, അതല്ല, അറിവ് അതല്ല, അല്ലെങ്കിൽ അറിവിൻ്റെ കുത്തക ബ്രാഹ്മണർക്കല്ല എന്നുള്ളത് തെളിയിക്കുക, അല്ലെ ആ ഒരു രീതിയിലേക്കുള്ളൊരു പഠനത്തിലേക്ക്, അങ്ങനത്തെ ഒരു എന്താ പറയുക തീരുമാനത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു സുനന്ദൻ്റെ പഠനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അങ്ങനത്തെ ഒരു അതിലേക്ക് ആ ഒരു യാത്ര? എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നമ്മളിപ്പോൾ ഒരു പഠനം തുടങ്ങുമ്പോൾ എന്തായിരിക്കും അതിൽ നിന്ന് ഉണ്ടാവുക നമുക്ക് അറിയില്ല. പക്ഷേ ഈ ചോദ്യം നമ്മൾ ഇപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങളെന്നാണ് ഈ ഇതിലേക്ക്, പല തരത്തിലുള്ള പഠനങ്ങൾ ആൾറെഡി ഈ മേഖലയിലുണ്ട്. ഒന്ന് ജാതിയെക്കുറിച്ചുള്ള പഠനങ്ങൾ, വളരെ കൊളോണിയൽ കാലം മുതൽ ജാതിയെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ ഉണ്ട്. പിന്നീടത് അക്കാഡമിക് സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ ആന്ത്രോപോളജി തുടങ്ങിയ ഡിസിപ്ലിനുകളിൽ ജാതിയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പഠനങ്ങളിലൊക്കെ പ്രധാനമായും രണ്ട് തരത്തിലാണ് ഇത് കാണുന്നത്. ഒന്ന് രാഷ്ട്രീയ അധികാരവും സാംസ്കാരിക അധികാരവും രണ്ടാണ് എന്നുള്ള തരത്തിൽ ഉള്ള സങ്കല്പം ഉണ്ട്. അത് ശരിയല്ല എന്നും രാഷ്ട്രീയ അധികാരവും സാംസ്കാരിക അധികാരവും ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായാണ് ജാതിക്ക് ഈ ബ്രാഹ്മണർക്കും അല്ലെങ്കിൽ ബ്രാഹ്മണിക്കലായ ആശയഗതി ഐഡിയോളജിക്കും ഇത്ര ശക്തി ഉണ്ടാകുന്നത് കൾച്ചറലായി നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല, അവർ പൊളിറ്റിക്കലായിട്ട് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് എന്നുള്ള തരത്തിലുള്ള രണ്ട് തരം ഡിബേറ്റുകൾ. അത് ആ ജാതിയെക്കുറിച്ചുള്ള തരം ഡിബേറ്റ് ഒരു വശത്തുണ്ട്. അതേസമയം തന്നെ അറിവിനെക്കുറിച്ചുള്ള ഡിബേറ്റ് മെയിനായിട്ട്, പ്രത്യേകിച്ചും കൊളോണിയൽ ഇതിന് ശേഷം, നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഉള്ള പഠനങ്ങളിൽ, സോഷ്യോളജിയിലായാലും ഇതിലൊക്കെ ആയാലും ശരി, പിന്നീട് പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയപ്പെടുന്ന പഠനങ്ങളിലുമൊക്കെ ആയാലും ശരി, രണ്ട് തരം കാര്യങ്ങളിലാണ് പ്രധാനമായും ഈ അറിവിനെക്കുറിച്ചുള്ള ചർച്ച നടന്നിട്ടുള്ളത്. അതായത് ഒന്ന്, ഈ സയൻസും ടെക്നോളജിയും ഒക്കെ ആധുനിക അറിവിൻ്റെ രൂപമായി മാറിയത് എങ്ങനെയാണ്, അത് അതിൻ്റെ തന്നെ അറിവിൻ്റെ ഒരു പ്രത്യേക മറ്റ് അറിവ് രൂപങ്ങൾക്ക് ഇല്ലാത്ത ഒരു മൂല്യം അതിനുള്ളത് കൊണ്ടാണ് അത് ഡോമിനൻ്റ് ആയതും അത് അധീശത്വം സ്ഥാപിക്കുന്ന ഒന്നായി മാറിയതും എന്നാണ് ഒരു ചിന്താഗതി. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അറിവ്, ഈ പറയുന്ന സയൻസ് ടെക്നോളജി എന്നുള്ള തരത്തിലുള്ളത് ഒരു വെസ്റ്റേൺ യൂറോപ്യൻ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന ഒരു അറിവധികാര രൂപമാണെന്നും അതല്ലാത്ത തരം അറിവ് രൂപങ്ങൾ അതിന് പുറന്തള്ളിക്കൊണ്ടാണ് ഇത്തരം ഒരു അറിവ് അധികാരം സ്ഥാപിക്കുന്നതെന്നും, അതുകൊണ്ട് ശാസ്ത്രം എന്നുള്ളത് ഈ രാഷ്ട്രീയത്തിനും മൂല്യ ചിന്താഗതിക്കും പുറത്തുള്ള ഒന്നല്ല, അതിനകത്ത് തന്നെ രൂപപ്പെടുന്ന ഒന്നാണ് എന്നുള്ളൊരു വിമർശനമാണ് അതിലുണ്ടായിരുന്നത്. ഇവിടെ അറിവിന് ഈ എന്താ പറയുക, യൂറോപ്പ്, നോൺ യൂറോപ്പ്, അങ്ങനത്തെ തരംതിരിവാണ് ഒരു തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അപ്പോൾ അതല്ല, യൂറോപ്പിൻ്റെ ഇതര അറിവ് രൂപങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ പറ്റി പഠിക്കുന്ന ആളുകൾ എപ്പോഴും ഇന്ത്യൻ അറിവ് എന്താണ്, ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്താണ് എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ അറിവ് എന്താണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ല. അറിവ് എന്നുള്ളത് ഈ പാശ്ചാത്യ ധാരണയ്ക്ക് അനുസരിച്ച് തന്നെ അറിവ് എന്ന് പറഞ്ഞാൽ ടെക്സ്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ള എഴുതപ്പെട്ട അങ്ങനത്തെ ധാരണകളിലാണ് അറിവിനെ അബ്സ്ട്രാക്റ്റായ അമൂർത്തവൽക്കരിക്കപ്പെടുന്ന സാധനങ്ങളെയാണ് അറിവ് എന്ന് പറയുന്നത് എന്നുള്ള കൊളോണിയൽ ധാരണ വെച്ച് തന്നെയാണ് ഇന്ത്യയിൽ അറിവുണ്ടോ എന്ന അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇന്ത്യയിലെ അറിവ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും എഴുതപ്പെട്ട ടെക്സ്റ്റ് പുസ്തകങ്ങളുടെയും ഇതിൻ്റെയും രേഖപ്പെടുത്തപ്പെട്ട സാധനങ്ങളുടെയും ഒരു കളക്ഷനായിട്ട് മാറും ഇന്ത്യയുടെ അറിവ് രൂപങ്ങൾ. സ്വാഭാവികമായും അത് ഇവിടുത്തെ സാൻസ്ക്രിറ്റിക് ട്രഡീഷനിലേക്കും ബ്രാഹ്മണിക് ട്രഡീഷനിലേക്കുമാണ് അറിവിനെ ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്തത്. പിന്നീട് 1980-കളിലൊക്കെ ഈ തരം അറിവുകളെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നത് വേറൊരു തരത്തിൽ ചോദ്യം ചെയ്യുന്നത്, ഈ യൂറോപ്യൻ ആധുനികതയുടെ ഭാഗമുണ്ടായ അറിവ് രൂപങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഇൻഡിജിനിറ്റി എന്നുള്ള സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ്. തദ്ദേശീയത എന്ന് പറയാവുന്ന അങ്ങനത്തെ അറിവ് രൂപങ്ങൾ എന്തൊക്കെയാണ്, അത് ഈ സയൻസിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാണ്, ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളാണ് അതിലുന്നേഷിക്കുന്നത്. പക്ഷേ അതിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെങ്കിൽ അതിനെ ഒരു റൊമാൻറ്റിസൈസ് ചെയ്ത് കണ്ടുകൊണ്ട് ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി യാതൊരു ബന്ധമില്ലാത്ത അറിവാണെന്നും, എംബോഡീഡ്, അതായത് ശാരീരിക ഇതുമായി ബന്ധപ്പെട്ട അറിവാണെന്നും, ഒബ്ജക്റ്റിഫിക്കേഷൻ ഇല്ലാത്തതാണെന്നും,
അങ്ങനെ ഒരു തരത്തിലുള്ള ഹോളിസ്റ്റിക് സങ്കല്പമാണ് എന്നൊക്കെ തരത്തിലുള്ള ധാരണകളാണ് ആ ഇൻഡിജിനിറ്റിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുമാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചോളം ആധുനികത എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, കൊളോണിയൽ ആധുനികത എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, കൊളോണിയൽ ആധുനികത ഒരേമാതിരിയല്ല വിവിധ ജാതി സമൂഹങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത്. വിവിധ തരത്തിലാണ് ഈ ജാതി സമൂഹങ്ങൾ കൊളോണിയൽ ആധുനികതയോട് ഇടപെടുകയും ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് കൊളോണിയൽ ബ്രാഹ്മണിക്കൽ എന്ന് ഞാൻ വിളിക്കുന്ന അറിവ് രൂപത്തിന് ഏറ്റവും പ്രധാനമായി രണ്ട് തരം ഒരു ദ്വന്ദ്ങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. അതായത് മാനസികമായ രൂപത്തിൽ, മാനസിക പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ രൂപപ്പെടുന്ന അറിവും ശാരീരിക പ്രവർത്തനങ്ങളുടെ ഇതിൽ രൂപപ്പെടുന്ന ഇതും. അത് ശാരീരിക ഇതിലൂടെ രൂപപ്പെടുന്നതിനെ അറിവ് എന്ന് വിളിക്കാതെ സ്കില്ലെന്ന്, നോളജും സ്കില്ലും തമ്മിലുള്ള ഒരു ബൈനറി ആയിട്ടാണ് ഡീഗ്രേഡ് ചെയ്തിട്ടൊരു. അതെ, അതുകൊണ്ട് തന്നെ സ്കില്ലിനെ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്കില്ല് ഉള്ള ആളുകൾ എന്നും അറിവുള്ള ആളുകൾ എന്നും വിളിക്കുന്ന രണ്ട് തരം ജാതി സമൂഹങ്ങളുടെ കൊളോണിയൽ പീരിയഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് പഠിക്കാം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ അത്തരത്തിൽ സ്കിൽ എന്ന് ഇന്ന് വിളിക്കുന്ന രൂപത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആശാരിമാരെ കുറിച്ചും തിയററ്റിക്കൽ നോളജ് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ബ്രാഹ്മണിക്കൽ ഐഡിയാസ് അകത്തു നിന്ന് പ്രവർത്തിക്കുന്ന നമ്പൂതിരി സമുദായത്തെക്കുറിച്ചും പഠിക്കാം എന്നുള്ളൊരു ഇതുണ്ടായത്. അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഭജനം അത്ര ഉപകാരപ്രദമല്ല എന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ഇവിടുത്തെ തന്നെ കീഴാള പഠനങ്ങളിലും അതുപോലെ തന്നെ അംബേദ്കറൈറ്റ് ദളിത് പഠനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ കാലാകാലമായി ബ്രാഹ്മണർ അറിവ് കൈവശം വയ്ക്കുന്നു, അങ്ങനെയാണ് അവരുടെ മേധാവിത്വം നിലനിർത്തിയിരുന്നത് എന്നുള്ളതാണ്. അത് 19ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ 19ാം നൂറ്റാണ്ട് മുതലുള്ള കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ, രേഖകളും ഇതൊക്കെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാകേണ്ടത്, നമ്മൾ അറിവ് ഒരു അധികാരമായി കൂടിക്കലർന്ന് പ്രയോഗിക്കപ്പെടുന്നത് ഈ കൊളോണിയൽ ആധുനികതയിലാണ്. അതിനു മുമ്പ് ബ്രാഹ്മണർ അവരുടെ ജാതിയുടെ മേൽക്കോയ്മ സ്ഥാപിച്ചിരുന്നത് ഒന്ന് റിച്വലിസ്റ്റിക്, ആചാരപരമായിട്ടാണ്. ആചാരത്തിൽ ഉള്ള പൊതുവിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും ദൈവവുമായി നേരിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി, ദൈവവുമായി നേരിട്ട് ഇടപെടുന്ന കമ്മ്യൂണിറ്റി ബ്രാഹ്മണരുടേതാണെന്നും അവർ നിശ്ചയിക്കുന്ന ആചാരങ്ങൾ പാലിച്ചാലാണ് ദൈവത്തിന്റെ പ്രീതി ഉണ്ടാകാൻ കഴിയൂ എന്നുള്ള തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് അതിന് ഉണ്ടായിരുന്നത്. ആചാരം നിലനിർത്തുക, അതൊരു അധികാരമായിട്ട് മാറുക. അതിന് അവർക്ക് രാഷ്ട്രീയപരമായുള്ള സ്വാധീനവും ഉണ്ടായിരുന്നു. ഈ ബ്രാഹ്മണിക്കൽ ഐഡിയ സ്വീകരിച്ച ക്ഷത്രിയ സമൂഹങ്ങളുടെ കൂടി അവരുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ അധികാരം സ്ഥാപിക്കുന്നത്. അവർ ഒരു സാംസ്കാരിക അധികാരം മാത്രമല്ലായിരുന്നത്, അതൊരു രാഷ്ട്രീയ അധികാരം കൂടിയായിരുന്നു. അതിൽ പക്ഷേ ബ്രാഹ്മണരാണ് ഇന്ത്യയിൽ അറിവുള്ള കമ്മ്യൂണിറ്റി, മറ്റുള്ളവർക്കൊന്നും അറിവില്ല, അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടതാണ് എന്നുള്ള തരം ന്യായീകരണമല്ല ഉണ്ടായിരുന്നത്. ഉദാഹരണം, വേദങ്ങൾ എന്നുള്ളത്, വേദം പഠിക്കാൻ പാടില്ല, വേദം കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ അറിവിന്റെ കൺട്രോളായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ അത് ആചാരത്തിന്റെ കൺട്രോളാണ്. കാരണം വേദം ഉച്ചരിക്കുന്നത് ബ്രാഹ്മണരെ പാടൂ, അത് മറ്റുള്ളവർ ഉച്ചരിച്ചാൽ ആ വേദം മലിനപ്പെടും എന്നുള്ളതാണ് പ്രശ്നം. പ്യൂരിറ്റിയും പ്യൂരിറ്റിയുടെ പ്രശ്നമാണ്. വേദം ശരിക്കും വെറുതെ ഓത്ത് മാത്രമേ ഉള്ളൂ. അത് പിൽക്കാലത്ത് നമ്പൂരിമാർ അത് സംസ്കൃതം പഠിക്കുന്നില്ല, ആരും പഠിക്കുന്നില്ല, അർത്ഥം അറിയില്ല, അത് പഠിപ്പിക്കുന്ന ആൾക്കും അർത്ഥം അറിയില്ല. അവര് ചെയ്യുന്നത് അത് വെറുതെ, അതും റിച്വലാണ്, മന്ത്രം ചെല്ലുക എന്നുള്ള റിച്വൽ മാത്രമാണ് അവർക്ക് അറിയുന്നത്. 19ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും നമുക്ക് അങ്ങനെ സംസ്കൃതം പഠിക്കുന്ന വ്യക്തിപരമായി ആരെങ്കിലും ഉണ്ടാവും. വ്യക്തിപരമായി ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽ നിന്നപ്പെട്ട ആളുകൾ സംസ്കൃതം പഠിക്കുകയും സംസ്കൃതത്തിൽ കാവ്യരചന നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം വ്യക്തിപരമായി. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ, ഒരു ജാതി എന്ന നിലയിൽ അവർക്ക് യാതൊരുവിധ അറിവ് ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് 19ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇതിനെ അവർ മറികടക്കുന്നത് കടക്കാനുള്ള ഒരു കാരണം, എന്തുകൊണ്ടാണ് ഈ ആചാരത്തിൻ്റെ ന്യായീകരണത്തിൽ നിന്ന് മാറി അറിവിന്റെ ന്യായീകരണത്തിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. അത് കാരണം അവരുടെ
പൊളിറ്റിക്കൽ അധികാരം കൊളോണിയലിൽ തന്നെ അവരുടെ പൊളിറ്റിക്കൽ അധികാരം നഷ്ടപ്പെടുന്നു. അതോടുകൂടി അവർക്ക് ജാതി മേൽക്കോയ്മയെ തകർക്കാൻ കൊളോണിയലിസം കാര്യമായി പ്രയത്നിച്ചില്ല എങ്കിലും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ അധികാരത്തിന് തുല്യമായ അധികാരം അപ്പം ഉണ്ടായിരുന്നില്ല. അത് അവർക്ക് വളരെ, അതുമാത്രമല്ല മറ്റ് സമൂഹങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ചും നമ്പൂതിരിമാരല്ലാത്ത സവർണ വിഭാഗങ്ങളിൽ നിന്നുള്ള പല ജാതികളും ഉയർന്നു വരികയും ഇവരുടെ തന്നെ ഇവർക്കുണ്ടായിരുന്ന ഭരണാധികാരങ്ങളിൽ ഷെയർ ഇതാവുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ നായർമാരൊക്കെ ആ തരത്തിൽ ഉയർന്നു വരുന്ന ഒരു സമൂഹമായി മാറി. അപ്പം ഈ കൊളോണിയൽ ചിന്താ പദ്ധതിയിൽ എങ്ങനെയാണെങ്കിൽ അതൊരു അറിവിനെ കാണുന്നത് ഒരു ശ്രേണീബദ്ധമായിട്ടാണ്. അതായത് പടിപടിയായി ഉയർന്ന് നിൽക്കുന്ന പലതരം രൂപത്തിലുള്ള അറിവുകൾ എന്നുള്ള തരത്തിലാണ് അവർ അതിനെ സങ്കല്പിക്കുന്നത്. അതിൽ ഏറ്റവും ഉയർന്നത് ഈ അബ്സ്ട്രാക്റ്റഡ് ആയ, അമൂർത്തമായ, റിട്ടൺ ആയ, ജനറലൈസ്ഡ് ആയ, യൂണിവേഴ്സലായ ആ തരത്തിലുള്ള അറിവാണ്. അതുണ്ടാക്കുന്നത് ചിന്തയിലൂടെയാണ്, മനസ്സിന്റെ പ്രവൃത്തിയിലൂടെയാണ് അത് ഉണ്ടാക്കുന്നത്. മറ്റേത് ഏറ്റവും താഴ്ന്ന തലയിലുള്ളത് ശരീര പ്രവൃത്തികളാണ്. അതിന് നോളജ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലാണ് അവർ അതിനെ സ്കിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പലതരത്തിൽ വിവിധ, ഇപ്പോ ഇതിൽ തന്നെ മാത്സ് ഏറ്റവും ഉയർന്ന അബ്സ്ട്രാക്ഷനാണ്, മാത്തമാറ്റിക്സ് കണക്ക് ഏറ്റവും ഉയർന്ന അബ്സ്ട്രാക്ഷനാണ്. അങ്ങനത്തെ തരത്തിലുള്ള പടിപടിയായിട്ടുള്ള പലതരത്തിൽ ഇതിനെ ക്രമീകരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ഇത് മാത്രമല്ല, ഈ മാത്സ് വളരെ പ്രായോഗികമായിട്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ഈ മാത്സാണ് ശരിക്കും അവർ വളരെ സുന്ദരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് പ്രായോഗിക ഇതില്. പക്ഷെ അതുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എന്താണെങ്കിലും ഇവര് ഇങ്ങനത്തെ ഒരു ക്രമം ഉണ്ടാക്കുന്നത് അറിവിനെ കുറിച്ച് മാത്രം ഒരു ക്രമം ഉണ്ടാക്കുക എന്നല്ല, അവരുടെ ക്ലെയിം എന്തുകൊണ്ടാണ് വെസ്റ്റേൺ സിവിലൈസേഷൻ മറ്റ് കൊളനികളിലേക്കാൾ മെച്ചപ്പെട്ടത്, എന്തുകൊണ്ടാണ് യൂറോപ്പ് കൊളനൈസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അറിവ് ഒരു ന്യായീകരണമാവുന്നുണ്ട്. അത് പ്രധാനമാണ്. അതോടുകൂടിയാണ് അറിവിന്റെയും അധികാരത്തിന്റെയും ഈ ന്യായീകരണം അറിവിനെ ബേസ്ഡ് ആവുന്നതോടുകൂടി കുറെ അറിവില്ലാത്ത ആളുകളെ അവർ സൃഷ്ടിച്ചു. പെട്ടെന്ന് ഇന്ത്യയിലുള്ളവരോ എല്ലാം അറിവില്ലാത്തവരായി മാറി. അപ്പൊ അവര് നോളജ് മാത്രമല്ല സൃഷ്ടിച്ച്, ഇഗ്നറൻസും സൃഷ്ടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സോഷ്യൽ മൊബിലിറ്റി, സമൂഹത്തിൽ മുന്നോട്ട് ഉയർന്നതിലേക്ക് പോകണമെങ്കിൽ അറിവാണ് അതിൽ പ്രധാനം എന്നുള്ളതാണ്. അപ്പോൾ അബ്സ്ട്രാക്ട് നോളജ് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കാണ് കഴിവ്, ഞങ്ങളത് പണ്ട് മുതലേ ചെയ്തു വരികയാണ് എന്നുള്ള ബ്രാഹ്മണികളായ ന്യായീകരണം അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് അവർ വേദങ്ങളൊക്കെ വീണ്ടും ഭഗവത്ഗീത എന്നും ആരും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതും പിന്നീട് 19-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് വീണ്ടും ഭഗവത്ഗീത ഹിന്ദു മതത്തിന്റെ ഒരു ഇതൊക്കെയായി മാറുന്നത്. ഹിന്ദു മതം തന്നെ ഉണ്ടാവുന്നത് 19-ാം നൂറ്റാണ്ടിലാണല്ലോ. അതുവരെ ജാതിയായിട്ട് നിലനിന്നിരുന്നത് ഒരു മതം എന്നുള്ള വെസ്റ്റേൺ സങ്കല്പത്തിലേക്ക് മാറുന്നതും ആ കാലഘട്ടത്തിലാണ്. അപ്പൊ ഇവിടെ രൂപപ്പെടുന്ന ഈ അറിവ് അധികാര ബന്ധത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതേസമയം ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ വിചാരിക്കുന്ന എന്താണെങ്കിൽ വെസ്റ്റേൺ ഒരു അറിവ് ഇവിടെ കൊണ്ടുവരുന്നു, അത് നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു, അതിലേക്ക് ബ്രാഹ്മണർ പ്രവേശിക്കുന്നു എന്നുള്ളതല്ല. ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിവ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലെല്ലാ സ്ഥലത്തും അതിലെ ഏറ്റവും ഉന്നതമായ അധികാരബന്ധത്തിലിരിക്കുന്ന ആളുകളുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് യൂറോപ്യർ അറിവുണ്ടാക്കുന്നത്. അത് ഇന്ത്യയിലാണെങ്കിൽ ബ്രാഹ്മണരുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് അറിവുണ്ടാക്കുന്നത്. നമ്മൾ കൊളോണിയൽ എന്ന് വിളിക്കുന്ന സാധനം തന്നെ കൊളോണിയൽ ബ്രാഹ്മണിക്കലാണ്. അതിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെങ്കിൽ, ആക്ച്വലി ഇതിനു മുമ്പുള്ള ബ്രാഹ്മണരുടെ മേധാവിത്വം എന്നുള്ളത് പ്രാക്ടീസിലൂടെ, ആചാരം എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക എന്നതാണ് ആചാരം, എന്നിട്ട് ആചാരം പാലിക്കുന്നുണ്ടോ നോക്കാൻ ആ ടെക്സ്റ്റിലേക്ക് നോക്കുക, അങ്ങനത്തെ പരിപാടിയില്ല. നമ്മൾ കീഴ്ക്കിട എന്നൊക്കെ പറയും, മുമ്പ് എന്താണ് ചെയ്തിട്ടുള്ളത് അതാണ് റെഫറൻസ്. ഇത് ശരിയാണോ, ഒരു കാര്യം ചെയ്യുന്നത് ശരിയാണോ, ഇന്നത് തൊട്ടാൽ അയിത്തമാവുമോ, നമുക്ക് പുല എത്ര ദിവസം പാലിക്കണം, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അത് ചെയ്തിരുന്ന ആളുകളോട് മുന്നേ എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുക. അല്ലാതെ പുസ്തകത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതല്ല ചോദിക്കുക. അപ്പൊ അവരും ശരിക്കും ഇങ്ങനെയായിരുന്നു. ബ്രാഹ്മണരുടെ ആചാരവും ഒരു പ്രവൃത്തിയിലൂടെയുള്ള ഇതായിരുന്നു. അല്ലാതെ ടെക്സ്റ്റ് ബേസ്ഡ് അല്ല. ഇതിനെ ടെക്സ്റ്റ് ബേസ്ഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് കൊളോണിയൽ സമയത്ത് അവർ ചെയ്യുന്നത്. അങ്ങനെ ടെക്സ്റ്റുകളെ കണ്ടെടുക്കുക, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുക, അങ്ങനെ അതിനെ ന്യായീകരിക്കുക. അപ്പൊ അങ്ങനെ ന്യായീകരിക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിച്ചു. ഒന്നെന്നുള്ളത്,
അവർ സയൻസിൽ നിങ്ങൾ ഒന്നുമല്ല എന്നുള്ളതാണ് കൊളോണിയൽ ഭരണാധികാരികൾ പറയുന്നത്. നിങ്ങൾക്ക് സയൻസും ടെക്നോളജിയും ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ വിവരമില്ലാത്തവരുന്നത്. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതേസമയം നിങ്ങൾ പറയും പോലെ പണ്ട് മുതലേ ഞങ്ങൾ അറിവില്ലാത്ത ആൾക്കാരൊന്നല്ല. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് അറിവ് കൈകാര്യം ചെയ്തിരുന്നത്. നിങ്ങളുടെ ഡെഫിനിഷൻ വെച്ചുള്ള അറിവ്, അതായത് അബ്സ്ട്രാക്റ്റഡ് നോളജ് കൈകാര്യം ചെയ്തിരുന്നത് ഞങ്ങളാണ് എന്നുള്ളൊരു ക്ലെയിം ഉന്നയിക്കുക. ഇത് രണ്ടും കൂടിയും വേണം. സയൻസ് പഠിക്കുക, പക്ഷെ അതേസമയം ഞങ്ങളാണ് സയൻസ് പഠിക്കാനുള്ള ആളുകൾ. കാരണം എന്താണ്? ഞങ്ങൾ മുമ്പേ അറിവിൻ്റെ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണെന്നുള്ളത്. ഇതാണ് നമ്മളുടെ ഏറ്റവും ഇന്ന് വരെ തുടരുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, അതിലൂടെയുള്ള മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിലൊക്കെ തുടരുന്നത് ഈ തരം സങ്കല്പങ്ങൾ തന്നെയാണ്. IIT പിന്നെ ആണെങ്കിൽ അതിൻ്റെ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ശരി, യൂണിവേഴ്സിറ്റികളായാലും ശരി, ഈ ഹൈറാർക്കി, അറിവിൻ്റെ ഈ ശ്രേണിയെ എന്താ പറയുക, പുനഃസ്ഥാപിച്ചുകൊണ്ടും റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണരാണ് ഇതിൽ പഠിച്ചതെന്നുള്ളത് മാത്രമല്ല, ബ്രാഹ്മണിക്കലായ ഐഡിയലാണ് അറിവ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള സങ്കല്പം തന്നെ കൊളോണിയൽ ബ്രാഹ്മണിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾ IIT-യിൽ ചേരുന്നു, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായി അത് കമ്മ്യൂണിറ്റിയെ സഹായിക്കുകയും ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഈ ധാരണ മാറ്റുന്നതിൽ കാരണം ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള പഠനമാണ് എഞ്ചിനീയറിംഗ് എന്നുള്ള തരം സങ്കല്പം ഉയർന്നു വരുന്നത് തന്നെ ഈ തരത്തിലുള്ള മേധാവിത്വത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അക്കാഡമിക് ലെവലിലേക്ക് ഒരു പക്ഷേ എഞ്ചിനീയറിംഗ് ആ ഒരു കാര്യം പോകുന്നത് ഗംഗാ പ്രോജക്റ്റ് ഇവിടെ സ്ഥാപിക്കുമ്പോൾ അല്ല 1840 ആ സമയത്ത് തുടങ്ങുന്നതോട് കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പക്ഷേ അതിന് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ കീഴിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ശരിക്കും ഒരു പെട്ടെന്ന് വെച്ചിട്ട് ഒരു മാറ്റം വരുന്നുണ്ട്, ഒരു അതിര് വരിക അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1800 മാത്രമല്ല 1930-കളിലും 40-കളിലും നോക്കുകയാണെങ്കിൽ തന്നെ വലിയ തരം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അല്ലാത്ത വീട് നിർമ്മാണം, അമ്പല നിർമ്മാണം, അങ്ങനത്തെ പ്രവൃത്തികളുടെ മുഴുവൻ ഡിസൈനും ആലോചനയും എല്ലാം ചെയ്യുന്നത് ആശാരിമാരാണ്. എഞ്ചിനീയർ എന്നുള്ള സങ്കല്പം വന്നില്ല. അല്ല, അങ്ങനത്തെ സിവിൽ എഞ്ചിനീയർ എന്നുള്ള സങ്കല്പം വന്നില്ല. സിവിൽ എഞ്ചിനീയർ ഉണ്ട്. സിവിൽ എഞ്ചിനീയർ കനാല് പോലത്തെയോ അല്ലെങ്കിൽ ഡാം പോലത്തെ അങ്ങനത്തെ പബ്ലിക് PWDയുടെ കീഴിലുള്ള നിർമ്മാണങ്ങൾ അങ്ങനത്തതിലാണ് അവർ ഏർപ്പെട്ടിരുന്നത്. ഇത് സംഭവിക്കുന്നത് തന്നെ കൊളോണിയൽ യൂറോപ്പിലെ രീതിയിൽ തന്നെ വർക്ക്ഷോപ്പുകളിലാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. വർക്ക്ഷോപ്പ് ബേസ്ഡ് പഠനമാണ്, ക്ലാസ് റൂം ബേസ്ഡ് പഠനമല്ല. അത് പ്രായോഗികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മാത്സും ഇതൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് പ്രവൃത്തി ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ള തരത്തിലാണ്. അജന്ത സുബ്രഹ്മണ്യം കാസ്റ്റ് ഓഫ് മെറിറ്റ് എന്നുള്ള പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിൽ അങ്ങനത്തെ സമ്പ്രദായമാണ് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് ഈ ഗംഗാ കനാൽ പ്രോജക്റ്റ് ആരംഭിക്കുമ്പോൾ 1840-കളിൽ നമ്മുടെ ഇവിടെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഇന്നത്തെ IIT റൂർക്കി സ്ഥാപിക്കുമ്പോൾ അവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വർക്ക്ഷോപ്പ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ അവിടെ പഠിക്കാൻ വന്ന ഇന്ത്യക്കാരായ അപ്പർ കാസ്റ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയിലൂടെയുള്ള പഠനം എന്നുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമായിരുന്നില്ല. അവരുടെ ചിന്ത അവരുടെ ആശയപദ്ധതിയുമായി യോജിക്കുന്നതായിരുന്നില്ല. മാനുവൽ ലേബർ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഡ്രോപ്പ് ഔട്ട് ആവുന്ന സ്ഥിതി വന്നപ്പോഴാണ് ഇങ്ങനെ 3 തലത്തിലുള്ള ത്രിതല സാങ്കേതിക വിദ്യ നിലവിൽ വരുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്, ITI എന്നുള്ള രീതിയിൽ. അത് ഈ ശ്രേണിബദ്ധമായി ഇതിൽ എഞ്ചിനീയറിംഗിൽ അബ്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ളത്, പോളിടെക്നിക്കിൽ കുറച്ച് മിഡിൽ ആയിട്ടുള്ള ITI എന്ന് പറഞ്ഞ സ്കില്ല് എന്നുള്ള സങ്കല്പം ഉയർന്നു വരുന്നത് ഇതോടുകൂടിയാണ്. 1854 മറ്റോ ആണ് അങ്ങനെ ഇതിനെ വീണ്ടും റീസ്ട്രക്ചർ ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ കാസ്റ്റ് ഇതുമായിട്ട് വളരെ ചേർന്ന്, അപ്പോൾ ഏത് കാസ്റ്റിനെ ഏത് ഇതിൽ പഠിക്കാൻ പറ്റും അങ്ങനത്തെ പഠനങ്ങൾ അവർ നടത്തിയിരുന്നു. അവർ റിപ്പോർട്ടുകളിലൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ എന്താ പറയുക, ഈ പോളിടെക്നിക് പോലത്തെ ഇതിൽ രണ്ടും വേണം, നേതൃത്വം വേണം, അതേസമയം ശാരീരികമായിട്ട് ഇതാക്കാനും കഴിയുന്നു. അതിനാണെങ്കിൽ പഠാൻ പോലത്തെ ഗ്രൂപ്പുകൾക്കാണ്, റേസിനാണ് കഴിയുക. ഏറ്റവും അഗ്രികൾച്ചർ ഇതിലൊക്കെ ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ കായികാധ്വാനം മാത്രം ചെയ്യുന്ന ആളുകളാണ് ITയിലും ഇതിലൊക്കെ ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ ഈ ആർട്ടിസാൻസ്
അവർ കഴിയുക, അങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ അവരുടെ ഇതിൽ നിന്ന് കാണാം. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെങ്കിൽ അവിടെ വിദേശത്തു നിന്നുള്ള എഞ്ചിനീയറിംഗ് പഠനം ഇപ്പോഴും വിദേശത്തുള്ള എഞ്ചിനീയർമാർ ഈ മാനുവൽ ലേബറിനെ കുറച്ച് കാണുന്ന തരം സങ്കല്പം വിദേശത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇന്ത്യയിൽ തന്നെയാണ് ജാതിയുടെ ഭാഗമായിട്ടാണ് ഏറ്റവും അധികം ഭയങ്കരമായിട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് എഞ്ചിനീയറിങ്ങിനകത്തേക്ക് ഈ ഇന്ത്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനകത്ത് ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇങ്ങനെ രൂപകൊള്ളുന്നത്. അതിനുശേഷമുള്ള ഇപ്പോൾ യൂണിവേഴ്സിറ്റി സങ്കല്പമാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള അറിവുകൾ ഉണ്ടാക്കുന്ന വിഭാഗങ്ങളാണ് സയൻസും ഇതൊക്കെ പഠിക്കുന്നത്, തിയററ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. അത് മുഴുവൻ അപ്പർ കാസ്റ്റ് ആളുകൾക്കാണ് പറ്റുക എന്നൊരു സങ്കല്പമാണ് അതോടുകൂടി രൂപപ്പെടുന്നത്. ബുദ്ധിപരമായ പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടത് അവരാണ്, കായികമായ പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടത് മറ്റു ജാതികളിൽ നിന്നുള്ളവരാണ് എന്നുള്ളത്. അങ്ങനെ അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടു. അപ്പം ജാതിയെ നമ്മുടെ ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനായി മാറി. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ജാതി വിവേചനമുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഞാൻ പുസ്തകത്തിൽ വാദിക്കാൻ ശ്രമിച്ചതാണ് അത് ഈ അറിവിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ജാതി അതിലേക്ക് സ്വീകരിക്കപ്പെട്ടത്. അതായത് എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മാത്രമല്ല, എപ്പിസ്റ്റമോളജിക്കൽ കൂടിയാണ് ഈ ജാതിയുടെ ഇതിലേക്കുള്ള കൂട്ടിച്ചേർക്കൽ, ഈ അറിവ് നിർമ്മാണത്തിലേക്കുള്ള കൂട്ടിച്ചേർക്കൽ എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇപ്പോൾ നമുക്കറിയാം ഈ ആശാരിമാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ആർട്ടിസൻസ് ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ വിവിധ മേഖലകളിലുള്ളവർ അവരെങ്ങനെയായിരിക്കാം അവരുടെ അറിവ് പിന്നെ എന്താ പറയുക കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ കൈമാറിയിട്ടുണ്ടാവുക? അതെങ്ങനെ? അത് ആർട്ടിസാൻ അല്ലെങ്കിൽ കൃഷിപ്പണി അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള അറിവും അത് ചെയ്തുകൊണ്ടാണ് അത് നിലനിർത്തുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ആശാരിപ്പണി ചെയ്യുന്നു നിങ്ങൾ, അടുത്ത തലമുറയും അത് ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ അറിവ് നിലനിർത്തുന്നത്. ആ അറിവ് ഉണ്ടാകുന്നത് ചെയ്യുമ്പോൾ മാത്രമാണ്. ആ അറിവ് ഇപ്പോൾ അതിൽ തിയറി, ഭാഷ ഇതൊക്കെ അതിലുണ്ട്. അത് സെപ്പറേറ്റ് ആക്കി മാറ്റി ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള അറിവിനെ സെപ്പറേറ്റ് ആക്കി മാറ്റി പുസ്തകമാക്കി ടെക്സ്റ്റ് ബുക്കാക്കി അങ്ങനെ എല്ലാവരും അത് ചെയ്യുന്നതെന്ന് മാത്രം. ഭാഷാപരമായ ഉപയോഗം വേണം, അബ്സ്ട്രാക്റ്റ് ജനറലൈസ് ചെയ്യുന്ന പരിപാടി വേണം, അതുമാതിരി തന്നെ ശരീരം കൊണ്ട് പ്രവർത്തിക്കണം. ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഭജനമില്ലാതെയാണ് അവര് അതിനെ എല്ലാം മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് മനസ്സൊരു പ്രത്യേക സെപ്പറേറ്റ് ആയിട്ടുള്ള ഉയർന്ന എന്തോ ഒന്നാണെന്നുള്ള ധാരണയല്ല. കയ്യിനെ പോലെ കണ്ണിനെ പോലെ ഒക്കെ ഉള്ളൊരു സാധനമാണ് മനസ്സ് എന്നുള്ള സങ്കല്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാം എന്നാണ് പഠിക്കുക. അല്ലാതെ കട്ടിലുണ്ടാക്കാൻ പഠിക്കുക, വീട് പണിയാൻ പഠിക്കുക അങ്ങനെയല്ല. ആശാരിപ്പണിക്ക് ട്രെയിൻ ചെയ്യുന്നത് എന്താണ്? അവര് ആശാരിമാര് പുതുതായി വരുന്ന കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് എന്തിലാണെങ്കിൽ ഉള്ളി എങ്ങനെ പിടിക്കണം, എത്ര ശക്തിയിൽ ഒരു ഇതിലടിക്കണം, നിങ്ങൾ ഉഴിയുമ്പോൾ എത്ര അമർത്തി പിടിക്കണം, എങ്ങനെ തൊട്ട് നോക്കിയാൽ അതിൻ്റെ ലെവലായോ ഇല്ലേ എന്ന് എങ്ങനെ അറിയും, ഏത് മരമാണെന്ന് നിങ്ങൾ അതിന് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഒരു സാധനത്തിന് പറ്റിയ ജനലിന് പറ്റിയ മരം എന്താണ്, കട്ടിലേക്ക് പറ്റിയ മരം എന്താണ്, ഇതൊക്കെ അവർ കൂടെ ചെല്ലുന്നു, കൂടെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് അത് പഠിക്കുന്നത്. അത് മാത്രമല്ല, ഒരു ബിൽഡിങ്ങിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അളവുകളുടെ കണക്കുണ്ട്, ട്രിഗണോമെട്രി ഉണ്ട്. അതാണ് മാത്സ്. അതാണ് പറഞ്ഞത്. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കല്ല ഇന്ന്. അപ്പൊ സ്ലോപ്പിനെ കുറിച്ചും ട്രയാങ്കിൾ ഇതിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ നിങ്ങൾ പേപ്പറിൽ എഴുതി പഠിക്കല്ല. നിങ്ങൾ ഒരു മരത്തിനെ കാണുമ്പോൾ വീട്ടില് ചായച്ചു വയ്ക്കുന്നു. അപ്പൊ അതിന്റെ ഇതിങ്ങനെ എത്ര ചായ്പുണ്ടെങ്കിൽ അതിന്റെ ഈ താങ്ങിന് എത്ര ഉയരം വേണം എന്നുള്ളത് അളന്നും ഇതാക്കിയും പഠിക്കുന്നത്. പിന്നെ അളവ് തന്നെ ഇങ്ങനത്തെ അബ്സ്ട്രാക്റ്റഡ് ഇതിലല്ല, സെന്റിമീറ്റർ മീറ്റർ എന്നുള്ളതിലല്ല, ശരീരഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് അളവ് പറയുക. ഒരു അടി അങ്ങനത്തെയൊക്കെ അങ്ങനത്തെയൊക്കെ മുഴം അങ്ങനത്തെയൊക്കെ അളവുകളാണ്. അപ്പൊ അതുണ്ടാവുന്നത് എന്താണെങ്കിൽ അത് ചെയ്തുകൊണ്ടാണ്, അതങ്ങനെ കൈമാറി അങ്ങനെയാണ് അത്. അപ്പൊ നിങ്ങൾക്ക് ആ അറിവ് വേറൊരു സ്ഥലത്തില്ല, ഈ ചെയ്യുന്ന ആളുകളിൽ തന്നെ ഉള്ളൂ അറിവ്. അത് എഴുതി വെച്ചാലല്ലേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് പോകുള്ളൂ. അല്ല, പക്ഷെ അത് എഴുതി വെച്ചാൽ ഇതാവില്ല, കഴിയില്ല. കാരണം എഴുത്ത് എന്നുള്ളത് ഇതിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനേ ആവുള്ളൂ. ഇവരെന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ എനിക്ക് അതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് ആശാരിപ്പണി ചെയ്യാൻ പറ്റുണ്ടാവില്ല. ചെയ്യണമെങ്കിൽ അത് ചെയ്യേണ്ട വേണം.
ആശാരിപ്പണി മെറ്റലർജി എല്ലാം അതെ. ഇപ്പൊ അല്ലാതെ എന്താണെങ്കിലും കരിവാനായാലും തട്ടാനായാലും അല്ലെങ്കിൽ നെയ്ത്ത് നെയ്ത്ത് ഇങ്ങനത്തെ എല്ലാ പരിപാടികളിലും അത് ചെയ്യുന്നതിലാണ് അറിവ് ഉണ്ടാവുന്നത്. അപ്പൊ അറിവ് പുറത്ത് അറിവൊരു ഉൽപ്പന്നമായി മാറുന്നില്ല. അറിവ് പക്ഷെ നടക്കുന്നുണ്ട്. അറിവ് ഉണ്ടാവുന്നുണ്ട്, അറിവ് ശരീരത്തിൽ കൈമാറുന്നുണ്ട്. സൂക്ഷിക്കപ്പെടുന്നുണ്ട്, ശരീരത്തിലൂടെ പ്രവൃത്തിയിലൂടെ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ അത് മറ്റാളിലേക്ക് കൈമാറുന്നുണ്ട്. ശരിക്കും എല്ലാം നടക്കണ്ടേ, അറിവിന്റെ ഉത്പാദനം നടക്കണ്ടേ, പിന്നെ അത് വിതരണം നടക്കണ്ടേ, അല്ലെങ്കിൽ അത് അതിന്റെ എല്ലാം നടക്കണ്ടേ. പക്ഷെ അത് ഒരു സെപ്പറേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഇതിൽ നിന്നും പുറത്തു വരുന്നില്ല. നേരെ മറിച്ച് മറ്റത് ഉദ്ദേശിക്കുന്നതാണ്. സയൻസിന്റെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിയാണ്, സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പക്ഷെ അതിനൊക്കെ കടലാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പേപ്പർ ഉണ്ടായിരുന്നു. പേപ്പർ ഇല്ലാത്ത കാലത്താണെങ്കിൽ പേപ്പർ ഉണ്ടായിരുന്നു. പേപ്പർ ഇല്ലാത്ത കാലത്തും അത് എങ്ങനെയാണെങ്കിൽ ലാംഗ്വേജ് ബേസ്ഡ് ആണ്. ഇപ്പൊ ബ്രാഹ്മണര് മാത്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പല സിദ്ധാന്തങ്ങളും ഇപ്പൊ കാൽക്കുലസ് ഒക്കെ കേരളത്തിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ളതാണ്. പ്രീ കൊളോണിയൽ പീരീഡിൽ മാധവൻ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇവിടുന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത ശ്ലോകങ്ങളിലൂടെയാണ് അത് കാൽക്കുലസ് ഒക്കെ വിവരിക്കുന്നത്, കാൽക്കുലസിനെ പറ്റിയൊക്കെ വിവരിക്കുന്നത്. അത് ഇവിടുന്നാണ് രൂപപ്പെട്ടിട്ടുള്ളതെന്ന് ഇപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരിതാണ്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ടെക്സ്റ്റ് ബേസ്ഡ് എഴുത്തില്ല എന്നോ പേപ്പറും ഇതൊന്നുമില്ല, പക്ഷേ ലാംഗ്വേജ് ബേസ്ഡ് ആണ്. അത് സ്റ്റിൽ മനസ്സിന്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അല്ലാതെ ആക്ച്വൽ വേൾഡിൽ നിങ്ങൾ എൻഗേജ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ വേൾഡിൽ എൻഗേജ് ചെയ്യുന്ന പ്രവൃത്തിയായിട്ടല്ല ഇതിനെ കാണുന്നത്. ഉദാഹരണമായിട്ട് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയുന്നു മാത്രം. ഈ ലോകത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണമായിട്ട് മാത്രമേ അത് നിലനിൽക്കുള്ളൂ. അല്ലാതെ അതിനെപ്പറ്റിയുള്ള ലോകത്തെ പറ്റിയുള്ള ഒരു അറിവല്ല. നേരെ മറിച്ച് ആശാരിമാരുടെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാരിമാരുടെ കണക്കിനെ കുറിച്ചുള്ള അറിവ് എന്നുള്ളത് ലോകത്തിലെ വസ്തുക്കളെ ക്രമീകരിക്കുന്നതിന്റെ ഒരു അറിവാണ്. അതിൽ നിന്ന് മാത്സ് പുറത്തല്ല. മാത്സ് ആയിട്ടൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഈ വസ്തുക്കളിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. ആ ഓർഡറിനകത്താണ് ഈ കണക്ക് നിൽക്കുന്നത്. ഈ ഒരു ഇപ്പൊ നിലവിലുള്ള ഒരു അവസ്ഥയിൽ നേരത്തെ പറയണ്ടായി, ഇപ്പൊ ഈ ഒരു പിന്നെ ഈ കാസ്റ്റിന്റെ ഒരു എല്ലാ മേഖലയിലും ഈ കാസ്റ്റ് എന്നുള്ളൊരു സാധനത്തിന്റെ ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ അത് എല്ലായിടത്തേക്കും വേണ്ട രീതിയിൽ അത് ഇപ്പോൾ കരുവാൻ്റെ ജോലി അല്ലെങ്കിൽ മറ്റേ വുഡ് ഇൻഡസ്ട്രി എന്താണെങ്കിലും അതൊക്കെ ഒരു വലിയ രീതിയിലുള്ള പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് പോവുകയും അതിൻ്റെയൊക്കെ കുത്തക വേറെ ഒരുപാട് ആൾക്കാരുടെ കൈകളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തപ്പോൾ വാസ്തവത്തിൽ ഇത് ചെയ്തിരുന്ന അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നവര്, എൻ്റെ തുടക്കക്കാരൊക്കെ, അവരൊക്കെ മാറ്റി നിർത്തപ്പെടുകയും അല്ലെങ്കിൽ അവരുടെയൊക്കെ തൊഴിൽ നഷ്ടമാവാൻ അങ്ങനത്തെ കുറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയുക? അതിന്റെ ഒരു എന്തുകൊണ്ട് അത് വിവിധ കമ്മ്യൂണിറ്റികൾക്ക് വിവിധ തരത്തിലാണ് സംഭവിച്ചത്. ഉദാഹരണത്തിന് ഈ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബിൽഡിംഗ്, RC ബിൽഡിംഗ് വരുന്നത് വരെ മരം റൂഫിന് നമ്മുടെ വീടുകളുടെയൊക്കെ തട്ടും ഇതൊക്കെ മരത്തിൻ്റെ ആണ്. അപ്പോൾ ആശാരിമാർക്ക് ആ സമയത്ത് അതിലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ 1970 വരെയൊക്കെ പലപ്പോഴും അവർ സ്കൂളിൽ പോകാതെയും 70 വരെയുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകാതെ ആശാരിപ്പണി തന്നെ പഠിക്കുക. 4 വരെയൊക്കെ പോയാൽ ഉടൻ ഡ്രോപ്പ് ഔട്ട് ആക്കി ആശാരിപ്പണി പഠിപ്പിക്കുക, അങ്ങനത്തെ ഇതായിരുന്നു. നേരെ മറിച്ച് കരിവാന്മാരുടെ സ്ഥിതി അതിനേക്കാൾ മോശം. അവർ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ചും ഈ അയൺ ഇതിന്റെ ഫോർജിങ് ഇതൊക്കെ വെൽഡിങ് ഫോർജിങ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വന്നോടുകൂടി അവരെ സംബന്ധിച്ചോളം അവരുടെ തൊഴിൽ കൂടുതൽ ആശാരിമാരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ. നേരെ മറിച്ച് തട്ടാന്മാരെ സംബന്ധിച്ചോളം അതിന്റെ മെക്കനൈസേഷൻ വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ. സ്വർണ്ണപ്പണിയുടെ മെക്കനൈസേഷൻ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതെ. അപ്പൊ അവർക്ക് അതിൽ ഇവർ കമ്പാരറ്റീവ്ലി ഇവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ അതെ. പക്ഷെ ഇതിലൊക്കെ വേറൊരു സംഭവം എന്താണ് സംഭവിക്കുന്നതെങ്കിൽ ഈ ബ്രാഹ്മണവൽക്കരണം എന്നുള്ള സങ്കല്പം ഇവരെയും സ്വാധീനിക്കുന്നുണ്ട്. ടെക്സ്റ്റൽ ബേസ്ഡ് അറിവ് അങ്ങനത്തെയൊക്കെ സങ്കല്പങ്ങൾ, കാരണം അതാണ് ഡോമിനന്റ് അറിവ്. അപ്പൊ ഇവര് പറയാ വിശ്വകർമ്മ എന്നുള്ള ഐഡിയ വരുന്നത് അങ്ങനെയാണ്. ഞങ്ങളായിരുന്നു യഥാർത്ഥ ബ്രാഹ്മണർ എന്ന തരത്തിലേക്ക് പിന്നെ ക്ലെയിം ചെയ്യാൻ തുടങ്ങുകയും ഞങ്ങൾ ടെക്സ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, ഞങ്ങളും ലാംഗ്വേജ് ബേസ്ഡ് ആണ് ഞങ്ങളുടെ അറിവ് എന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ ഉള്ള ശ്രമങ്ങളും ഒരു റിവൈവ് ചെയ്യുന്ന തരത്തിൽ ഇതേ ലോജിക്ക് വെച്ചുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നതാണ് വിശ്വകർമ്മ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ പലപ്പോഴും നമ്മളോട് ഇതിൽ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഇതും ഈ കാസ്റ്റ് കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഇതുണ്ട്.
പിന്നെ അല്ലാത്ത തരം ആളുകൾ നിരവധി ആളുകൾ എഞ്ചിനീയറിംഗിലേക്ക് എന്തിലേക്കൊക്കെ മൂവ് ചെയ്തു. പൊതുവെ മറ്റ് എഡ്യൂക്കേഷൻ പിന്നെ പിന്നെ ഈ കൊളോണിയൽ ഇതിൻ്റെ തുടർച്ചയായിട്ടാണെങ്കിൽ പോലും എഡ്യൂക്കേഷൻ എന്നുള്ളത് വേറൊരു രീതിയിൽ ഇത്തരം എഡ്യൂക്കേഷന് എന്താ പറയുക, ഇപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല് ഉണ്ടല്ലോ, അപ്പം നിർബന്ധിതമാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ നമുക്ക് സംബന്ധിച്ചോളം രണ്ട് തരത്തിലുള്ളതുണ്ട്. ഒന്ന് എഡ്യൂക്കേഷൻ മൊബിലിറ്റിയെ സഹായിക്കുന്ന ഒന്നാണ്, പക്ഷെ അതാണ് സമൂഹത്തെ കൺട്രോൾ ചെയ്യുന്ന ഒന്നും വിദ്യാഭ്യാസം തന്നെയാണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ഉണ്ടാകുന്നത് ഭരണാധികാരികൾക്ക് വലിയ താല്പര്യമില്ല എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. അങ്ങനെയല്ല, അത് നമ്മളൊക്കെ വർക്ക് ഫോഴ്സും ഇതൊക്കെ വേണമെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ വേണം. പക്ഷെ അതിന് ലെവലുകളുണ്ട്. ചില ആളുകൾക്ക് ഇത്ര പഠിക്കണം, ചില ആളുകൾ അത്ര തന്നെ പഠിക്കണ്ട. എല്ലാ ലെവലിലുള്ള ആളുകളെയും ആ തരത്തിൽ ഉണ്ടാക്കാൻ ഉള്ള ഇതുണ്ട്. അല്ലാതെ എന്താ പറയുക, ആളുകൾ ഒട്ടും പഠിക്കാത്തവരായി നിലനിൽക്കണം എന്ന് ഭരണകൂടങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ കൊണ്ട് ഉപകാരമില്ല. അങ്ങനത്തെ വർക്ക് ഫോഴ്സ് എന്ന നിലയിലായാലും ശരി, വേറെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാനായാലും ശരി, അത്തരത്തിൽ അവർ ഇന്നത്തെ ലോകത്ത് ഇതൊക്കെ പിന്നെ ഈ രീതിയിലൊക്കെ തൊഴിൽ മേഖലയിലൊക്കെ മാറ്റം വരിക വെച്ചാൽ പണ്ടത്തെ പോലെ കുലത്തൊഴിൽ എന്താ പറയുക അറിയില്ല, എന്തായാലും ട്രഡീഷണൽ ആ തൊഴിൽ ആ രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷെ അതൊക്കെ വന്നെങ്കിലും ഈ സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സാധനം ഇപ്പോഴും അതിന്റെ ഒരു അതാണ് പറഞ്ഞത്, ആഴത്തിൽ അത് ഇപ്പോഴും നിലനിൽക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോ തൊഴിൽ വിഭജനം പറയുന്നത് ഈ തൊഴിൽ വിഭജനം എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ അവര് അതിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടും ഇത് നിലനിന്ന് പോകുന്നു എന്നുള്ളൊരു ശരിക്കും അത് അറിവിലേക്ക് ജാതി മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ, അറിവിന്റെ രൂപത്തിലേക്ക് ജാതി മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരെയും ഏത് പൊസിഷനിൽ നിർത്തണം എന്നുള്ള തരത്തിൽ തീരുമാനിക്കാവുന്ന ഒരു രാഷ്ട്രീയ അധികാരം ബ്രിട്ടീഷ് കൊളോണിയലിസം പോയതിനു ശേഷം ഉള്ളതിലായാലും ശരി, നാഷണലിസം തന്നെ അത്തരത്തിലൊരു എന്താ പറയുക മേൽജാതി അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാഷണലിസം ഇന്ത്യയിലെ ദേശീയത പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ നാഷണൽ ഇപ്പോൾ ഇന്ത്യ നിലവിൽ വന്നതിന് ശേഷം അതേ തുടർച്ച. അതിന്റെ മാത്രമല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും കാര്യമായ സിസ്റ്റത്തില്, കാര്യമായ യൂണിവേഴ്സിറ്റി, എഞ്ചിനീയറിംഗ് ഇങ്ങനത്തെ സിസ്റ്റത്തിലൊന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ കൂടുതൽ ഇന്ത്യക്കാർക്ക് പഠിക്കാൻ അതിലുണ്ടെന്നല്ലാതെ. പിന്നെ അതാണ് ഞാൻ പറയുന്നത്, ഇൻക്ലൂഷൻ, എല്ലാ കമ്മ്യൂണിറ്റികളെയും ഇൻക്ലൂഡ് ചെയ്യണം വിദ്യാഭ്യാസത്തിൽ എന്നൊരു വശം. പക്ഷേ ആ വിദ്യാഭ്യാസത്തിനകത്തെ രീതി തന്നെ മാറ്റണം എന്നുള്ളതാണ് മറ്റൊരു വശം. ആ ആദ്യത്തെ വശം നമ്മളിപ്പോൾ കുറേയൊക്കെ അതിനൊരു റിസർവേഷൻ ഉണ്ട്. ഒന്നാമത് റിസർവേഷൻ എന്നുള്ള ആവശ്യം. പക്ഷേ റിസർവേഷൻ ലഭിച്ച് ഇതിനകത്ത് വരുന്ന കുട്ടികൾ അവരെ സംബന്ധിച്ചോളം തികച്ചും അന്യമായ രീതിയിലുള്ള ഒരു അറിവ് സമ്പ്രദായത്തിലേക്ക് അവരെ തള്ളിവിടുകയും എന്നിട്ട് നിങ്ങളിത് പഠിക്കാൻ കഴിവില്ലാത്ത ആളുകളാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തുടർന്ന് വന്നിരുന്നവരുടെ ജോലികൾ ഇല്ലാതാവുകയും ചെയ്തു. പുതിയ ഒരു സിസ്റ്റത്തിലേക്ക് അവര് പിന്നെ ആവുന്നില്ല. അങ്ങനത്തെ ഒരു വലിയ ശരിക്കും പറഞ്ഞാല് ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു തരം അവസ്ഥയാണ് ശരിക്കും. അത് രണ്ടു തരത്തിലും ഉണ്ട്. ഒന്ന് എന്താ പറയാ, അൺഎംപ്ലോയ്മെന്റിന്റെ സ്ഥിതി. കാരണം ഒരു ഇന്ത്യയിലെ ഈ വ്യവസായ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു പുസ്തകത്തിൽ പറയുന്ന ഇതുണ്ട്. ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന തരം പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. പക്ഷെ എന്നാലും എക്കണോമിക്സ് മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ മോഡിയുടെ ഒക്കെ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണെങ്കിൽ വി കാൺ മേക്ക് ഇൻ ഇന്ത്യ. ഈ സ്കോളർ പറയുന്നത് എന്താണ്, കാരണം എന്താണെങ്കിൽ മേക്ക് ചെയ്യാൻ കഴിയുന്നവര് അല്ല അതിനുള്ള മൂലധനമുള്ളവര്. അതിലുള്ള മൂലധനമുള്ളവരെ സംബന്ധിച്ചോളം എങ്ങനെ പൈസയിൽ നിന്നും കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ്, കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അല്ലാതെ ഈ നിർമ്മാണം അതിന്റെ ഒരു നിർമ്മാണത്തിൽ ആസ് സച്ച് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നിർമ്മാണത്തിൽ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്നല്ലാതെ എന്ത് നിർമ്മിക്കുന്നു, എങ്ങനെ നിർമ്മിക്കുന്നു, അത് കൂടുതൽ എഫിഷ്യന്റ് ആക്കുക എങ്ങനെ, അധ്വാനശേഷിയുള്ളവരുടെ കയ്യിൽ പൈസ. അപ്പൊ അത് കാരണം തന്നെ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം ജാതിയുടെ രീതിയിലാണ് ഇത് ഇപ്പോഴും അത് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് വലിയ ഹൈറാർക്കി ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഉയർന്ന ലെവലുള്ളവർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ആ തരത്തിലാണ് അറിവ് നിലനിൽക്കുന്നത്. എന്തായാലും സന്തോഷം. ഇത്ര അധികം കാര്യങ്ങൾ ഒരുപക്ഷെ പൊതു സമൂഹത്തിൽ ഈ രീതിയിലുള്ള ചർച്ചകൾ വളരെ കുറവായിട്ടേ ഉണ്ടായി വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു പഠനം നടത്തുകയും
അത് സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഈ കേരളം പോലുള്ളൊരിടത്ത് ഇത്തരമൊരു പഠനം നടത്തി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും വലിയ സന്തോഷം കേരള ഇൻസൈറ്റിലേക്ക് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ തയ്യാറായതിന്. സന്തോഷം. കൂടുതലായിട്ടുള്ള പഠനങ്ങളും എല്ലാം ഇനിയും നടക്കട്ടെ.